Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ജൂൺ 20 ശനിയാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ പുതിയ വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ കുറയുന്നതായും രാജ്യത്തുള്ള തൊഴിലാളികളെ നിലനിർത്താൻ കമ്പനികൾ മുൻഗണന നൽകുന്നതായും LMRA കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം പുതിയ വർക്ക് പെർമിറ്റുകളിൽ 10% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ വിസ പുതുക്കലുകളിൽ 11% വർധനവാണ് ഉണ്ടായത്. വിദേശത്തു നിന്ന് പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിന് പകരം ബഹ്റിനിലെ പ്രാദേശിക വിപണിയിൽ നിന്നുള്ള വിസ മാറ്റങ്ങൾ 14% ഉയർന്നു. പുതിയ പെർമിറ്റുകളിൽ നിർമ്മാണ മേഖലയാണ് ഏറ്റവും മുന്നിൽ. വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ പരിമിതപ്പെടുത്തി രാജ്യത്തുള്ള മനുഷ്യവിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്താനും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനുമാണ് നിലവിൽ രാജ്യം ലക്ഷ്യമിടുന്നത്. ബഹ്റിൻ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്ത് 2026 ആദ്യ 5 മാസങ്ങളിൽ 238 കപ്പലുകൾ എത്തിയതായി മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 127 ജനറൽ കാർഗോ കപ്പലുകളും 94 കണ്ടെയ്നർ കപ്പലുകളും 17 വിനോദസഞ്ചാര കപ്പലുകളുമാണ് ഉൾപ്പെടുന്നത്. വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു തുറമുഖത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. ഈ കാലയളവിൽ ആകെ 41,000 ടൺ ചരക്കും കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടെ 97,000 കണ്ടെയ്നറുകളും തുറമുഖം കൈകാര്യം ചെയ്തു. കൂടാതെ 9,000-ഓളം കാറുകളും ഇക്കാലയളവിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക കപ്പൽ ഗതാഗത തടസ്സങ്ങളെ തുടർന്ന് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ കാർ ഇറക്കുമതി ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 10ാമത് അറബ് റീഡിംഗ് ചലഞ്ചിന്റെ ബഹ്റിൻ യോഗ്യതാ മത്സരങ്ങളിലെ വിജയികളെ വിദ്യാഭ്യാസ മന്ത്രാലയം ആദരിച്ചു. 1.25 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളും 250ഓളം സ്കൂളുകളും പങ്കെടുത്ത മത്സരത്തിലെ വിജയികളെ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ പ്രശംസിച്ചു. മത്സരത്തിൽ റനീം മുർഷിദ് അൽ ദർവിഷ് 1ാം സ്ഥാനവും അഹമ്മദ് ഹുസൈൻ അബ്ദുള്ള 2ാം സ്ഥാനവും ബത്തൂൽ അൽ സയ്യിദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഭിന്നശേഷി വിഭാഗത്തിൽ ബത്തൂൽ അൽ സയ്യിദ് റിദ ഷറഫ് 1ാമതെത്തിയപ്പോൾ വിശിഷ്ട സ്കൂളായി സാർ സെക്കൻഡറി ഗേൾസ് സ്കൂളിനെ തിരഞ്ഞെടുത്തു. ഇവിടെ നിന്നും വിജയികളായവർ ദുബായിൽ നടക്കുന്ന മത്സരത്തിന്റെ അവസാന റൗണ്ടിൽ ബഹ്റൈനെ പ്രതിനിധീകരിക്കും. ഗ്ലോബൽ NRI വെൽഫെയർ അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഹമല ഗാർഡനിൽ വെച്ച് കുടുംബസംഗമവും സ്വിമ്മിംഗ് പൂൾ പാർട്ടിയും സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജാബിർ വൈദ്യരകത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി സാമൂഹിക പ്രവർത്തകൻ ദീപക് തണൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദീപക് തണലിന് സംഘടനയുടെ വകയായി സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. കൂടാതെ അസോസിയേഷന്റെ വിവിധ പ്രോഗ്രാം കൺവീനർമാരെയും ഭാരവാഹികളെയും ബഹ്റിനിലെ സാമൂഹിക രംഗത്തെ സജീവ സാന്നിധ്യങ്ങളെയും മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. സംഘടനയുടെ പ്രമുഖ ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prices. NEC Money Exchange. We connect your loved ones since 1993.
പ്രവാസ ലോകത്തെ സൗഹൃദവും പെരുന്നാൾ ഓർമ്മകളും പുതുക്കി ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. റിഫ ദിശ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സയ്യിദ് റംദാൻ നദ്വി ഈദ് സന്ദേശം നൽകി. സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലൈവ് ക്യൂസ് മത്സരവും പ്രമുഖർ പങ്കെടുത്ത എന്റെ പെരുന്നാൾ ഓർമ്മകൾ എന്ന തലക്കെട്ടിലുള്ള ചർച്ചയും സദസ്സിന് വേറിട്ടൊരു അനുഭവമായി മാറി. വൈവിധ്യമാർന്ന ഗാനാലാപനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. റിഫ ഏരിയ പ്രസിഡന്റ് പി അബ്ദുൽ ഷരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിശ സെന്റർ ഭാരവാഹികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു. ബഹ്റിനിലെ മലപ്പുറം പ്രവാസികളുടെ കൂട്ടായ്മയായ BMDF 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിദ്യാജ്യോതി അവാർഡ് നൽകി ആദരിച്ചു. കേരള CBSE സിലബസുകളിൽ മികച്ച വിജയം കൈവരിച്ച മിടുക്കരെ മെമന്റോകളും സർട്ടിഫിക്കറ്റുകളും നൽകിയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ബഹ്റിൻ പാർലമെന്റ് അംഗം ഹസൻ ഈദ് അൽ ബുഖമാസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ BMDF പ്രസിഡന്റ് റംഷാദ് ഐലക്കാട് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ പ്രമുഖ ഭാരവാഹികളും സാമൂഹിക പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ച് ആശംസകൾ അർപ്പിച്ചു. ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ജുഫൈർ മാൾ ബ്രാഞ്ചിൽ അർജന്റീന ആരാധകർക്കായി ആവേശകരമായ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ലുലു എക്സ്ചേഞ്ചിന്റെ ആഗോള പങ്കാളിത്തം കമ്മ്യൂണിറ്റികൾക്കിടയിൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു ഈ ഫുട്ബോൾ സായാഹ്നം. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക പ്രേമികൾ നീലയും വെള്ളയും ജേഴ്സി ധരിച്ചെത്തിയ പരിപാടിയിൽ വൈവിധ്യമാർന്ന ഗെയിമുകളും ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റികളും അരങ്ങേറി. 2025 ലുലു എക്സ്ചേഞ്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ റീജിയണൽ ഫിൻടെക് പാർട്ണർ ആകുന്നത്. ആവേശകരമായ യാത്രയുടെയും കമ്മ്യൂണിറ്റി ബന്ധങ്ങളുടെയും വലിയൊരു ആഘോഷമായി മാറാൻ ഈ ഒത്തുചേരലിന് സാധിച്ചു. ബഹ്റിനിൽ വളർത്തുമൃഗങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുകയോ നിയമവിരുദ്ധമായി കൊല്ലുകയോ ചെയ്യുന്നവർക്ക് കനത്ത തടവ് ശിക്ഷയും 2000 ദിനാർ വരെ പിഴയും ലഭിക്കുമെന്ന് പ്രമുഖ അഭിഭാഷക സൈനബ് അൽ ബാരി ഓർമ്മിപ്പിച്ചു. മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, വെറ്ററിനറി പരിചരണം, വാക്സിനേഷൻ എന്നിവ നൽകാതിരിക്കുന്നതും നിയമപ്രകാരം കുറ്റകരമാണ്. പൂച്ചകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ മനഃപൂർവ്വം പരിക്കേൽപ്പിക്കുക, പട്ടിണിക്കിടുക, വിഷം നൽകുക തുടങ്ങിയ ക്രൂരതകൾ ചെയ്യുന്നവർക്ക് പീനൽ കോഡ് അനുസരിച്ച് 1 വർഷം വരെ തടവും ലഭിക്കാം. മൃഗസംരക്ഷണം നിയമപരവും മാനുഷികവുമായ ഉത്തരവാദിത്തമാണെന്നും നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.